ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ത്രെഡ് വർക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയാം, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ആ വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് ഒരുപാട് സജഷൻസും കമൻസും ഒക്കെ വരാറുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതായത് ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ത്രെഡ് വർക്കുകളോട് കാണിക്കണമെന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡ് വർക്കായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു ക്രീം കളർ ക്ലോത്താണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം കളർ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് വരച്ച് കാണിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അത് പെൻസിൽ കൊണ്ട് വരച്ചേക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പാറ്റേണിനകത്ത് ആവശ്യമുള്ളത് ഈ ലീഫ് മാത്രമാണ്. നമ്മൾ ആ ഒരു സ്റ്റെമ്മ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ആ ഒരു സ്റ്റെമ്മ് കറക്റ്റായിട്ട് വരച്ചിട്ട് അതിലാണല്ലോ നമ്മൾ ഈ ലീഫ് വരയ്ക്കണേ. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റെമ്മ് ഒന്ന് വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ചോക്ക് കൊണ്ട്, അതായത് ക്ലോത്തിൽ വരയ്ക്കണ ചോക്ക് കൊണ്ട് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നമ്മളതങ്ങ് ചെയ്ത് കഴിയുമ്പോൾ മാഞ്ഞു പൊക്കോളും. ആ ഒരു ലീഫ് പാറ്റേൺ മാത്രമേ നമുക്കിവിടെ വർക്ക് ചെയ്യാനുള്ളൂ. ജസ്റ്റ് നമുക്ക് ആ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ സ്റ്റെമ്മ് വരച്ച് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പം ഈ ഒരു പാറ്റേൺ ആ ഒരു രീതിക്കാണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ഇനി നിങ്ങൾക്ക് സ്റ്റെമ്മ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ലീഫ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലീഫ് പാറ്റേൺ മാത്രം കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് പെൻസിൽ കൊണ്ട് വരച്ച് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തേക്കണേ ഇതുപോലെ 2 കളർ ത്രെഡാണ് എടുത്തേക്കണേ. രണ്ടും സിൽക്കിൻ്റെ ത്രെഡാണ് ഞാനിപ്പോൾ എടുത്തേക്കണേ. സിൽക്കിൻ്റെ ത്രെഡ് എടുക്കുമ്പം നല്ല ഷൈനിങ് ആയിരിക്കും അതിന്. അപ്പോൾ അതാണ് ഞാൻ ആ 2 കളർ തന്നെ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേണിൽ കണ്ട സെയിം കളർ തന്നെയാണ് എടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ത്രെഡ് കടന്നു പോകുന്ന അത്യാവശ്യം ഹോൾ വലിപ്പമുള്ള 2 നീഡിലുമാണ് എടുത്തേക്കണേ കേട്ടോ. ഇനിയിപ്പം നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ലീഫ് ഡിസൈനാണിത് കേട്ടോ. നമ്മൾ മുമ്പ് വേറെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ച്. ഇനിയിപ്പം നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ലീഫ് സ്റ്റിച്ച് നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇന്ന പാറ്റേൺ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏത് തരത്തിലുള്ള ലീഫ് പാറ്റേൺ വേണമെങ്കിലും നമുക്കിവിടെ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടും ലീഫ് വർക്കാണ് വരുന്നത്. ലീഫ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലൈയിങ് സ്റ്റിച്ചോ അല്ലെങ്കിൽ ഫിഷ് ബോൺ സ്റ്റിച്ചോ അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലീഫ് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ചെയ്യാവുന്നതാണ്. ആ ഒരു ലീഫ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ത്രെഡ് 6 സ്ട്രാൻഡ്സിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വലിയ കട്ടിയിൽ എടുക്കണമെന്നില്ല. തന്നെയുമല്ല, നമ്മൾ സിൽക്കിൻ്റെ ത്രെഡ് എടുത്തേക്കുന്നത് കൊണ്ട് ഒരുപാട് ലെങ്തിലും ഒരുപാട് കട്ടിയിലും എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സിൽക്കിൻ്റെ ത്രെഡ് ആകുമ്പോൾ നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് സൂക്ഷിച്ച് ചെയ്യണം. അല്ലെങ്കിൽ ഓരോ നൂല് വീതം ഇങ്ങനെ പൊങ്ങി നിന്നാൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പർ ആരോ എന്നോട് സിൽക്കിൻ്റെ ത്രെഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിൽക്കിൻ്റെ ത്രെഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചോദിച്ചതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, നിങ്ങൾക്ക് എന്താണ് സംശയം എന്നുണ്ടെങ്കിൽ ഞാനത് റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചോദിക്കണം കേട്ടോ. കാരണം പലരും പല ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഞാൻ മറന്നു പോകും എന്താണ് നിങ്ങൾ ചോദിച്ചതെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് വീണ്ടും ചോദിക്കുക. നമ്മളത് അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. അപ്പം സിൽക്കിൻ്റെ ത്രെഡ് എടുത്തപ്പോൾ എന്തോ ഒരു സംശയം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് പറഞ്ഞാൽ ഞാനൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സിൽക്കിൻ്റെ ത്രെഡ് ഒരുപാട് നീളത്തിൽ നിങ്ങൾ എടുക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് കട്ടിക്ക് എടുക്കാനും ശ്രദ്ധിക്കരുത്. ഒരു 6 സ്റ്റാൻഡിൽ കൂടുതലൊന്നും എടുക്കണമെന്നില്ല. അപ്പോൾ 6 സ്റ്റാൻഡിൽ ഏറ്റവും കുറച്ചെടുക്കുക. പിന്നെ നമ്മൾ സിൽക്കിൻ്റെ ത്രെഡ് ആകുമ്പോൾ വളരെ സൂക്ഷിച്ച്, അതായത് മെല്ലെയൊക്കെ ചെയ്തെടുക്കാനും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഭയങ്കര ത്രെഡ് പോലെയുള്ള ത്രെഡല്ല, ഒന്നിച്ച് നൂല് നിൽക്കുന്നതല്ലല്ലോ, ഓരോ നൂല് വിട്ടുവിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നൂലുകൾ പൊങ്ങി വരാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. പക്ഷേ സിൽക്കിൻ്റെ ത്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, നല്ല ലാസ്റ്റിങ്ങും ആയിരിക്കും. അപ്പോൾ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ത്രെഡ് തന്നെയാണ് സിൽക്കിൻ്റെ ത്രെഡ് കേട്ടോ. ഈ ഒരു രീതിക്ക് നമ്മൾ അടുത്തടുത്ത് വരുന്ന 2 ലീഫുകൾ ഒരേ കളേഴ്സ് വെച്ച് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റെമ്മ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ലീഫ് പാറ്റേൺ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും യോക്കിൽ വരുന്ന രീതിയിലുള്ളൊരു വർക്കാണിത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിന് നല്ല ഭംഗിയായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എന്നോട് ചോദിച്ച പോലെ തന്നെ നിങ്ങൾക്കിത് പുറത്ത് ചെയ്ത് കൊടുക്കാനും ഏറ്റവും നല്ലൊരു ഡിസൈനാണ്. കാരണം സിമ്പിൾ വർക്കല്ലേ, എന്ത് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്തെങ്കിലും ഹെവിനെസ് ഉണ്ടാക്കാം. പിന്നെ കംപ്ലീറ്റ് ത്രെഡ് വർക്കുമാണ്, നമ്മൾ ബീഡ്സ് ഒന്നും ഉപയോഗിക്കണില്ല. അപ്പം കൂടുതൽ ആൾക്കാർക്ക് ത്രെഡ് വർക്കാണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ത്രെഡ് വർക്ക് ആയതുകൊണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാനും പറ്റും. ഏത് കളർ വേണേലും നിങ്ങൾ എടുക്കുന്ന ഡ്രസ്സിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാനും പറ്റും കേട്ടോ.
നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് നിങ്ങളുടെ കമൻസിലൂടെയും നിങ്ങളുടെ മെസ്സേജിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വീഡിയോ കാണുന്നവർ കമൻസ് ആയിട്ട് ഇടുകയും കൂടി ചെയ്യണം കേട്ടോ. കമൻസ് നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് റീച്ചൊക്കെ കിട്ടാനായിട്ട് അത് ഒത്തിരി യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഒന്നും ശ്രദ്ധിച്ചേക്കണേ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്നോട് പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ ചെയ്യാം എന്ന് പറയണമെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് അയച്ച് പറയുകയും ചെയ്യാം. നമ്മളത് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും തിരുത്തുന്നതായിരിക്കും. എനിക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്നവർ ബൊട്ടീക്ക് വർക്കുകളൊക്കെ ചെയ്യുന്നവരുമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ അത് കാണണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നാണ് എനിക്കിത് മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന, അതായത് ഞാനൊരു പ്രൊഫഷണലോ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഇഷ്ടത്തിന് മാത്രം ചെയ്യുന്നതാണ്, പഠിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞു തരാവുന്നതാണ്. അതിനാണ് നമ്മൾ പ്രത്യേകിച്ച് മെയിനായിട്ടും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയേക്കണം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മളിനി അടുത്ത കളേഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സെയിം രീതിയിൽ തന്നെ ലീഫ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ അടുത്തടുത്ത് വരുന്ന 2 ലീഫുകൾ ഒരേ കളർ കൊണ്ട് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. കംപ്ലീറ്റ് ആയിട്ടും ഇത് ഫില്ല് ചെയ്തെടുത്താൽ മാത്രം മതി. ഔട്ട്ലുക്ക് നല്ല കിട്ടിലനായിട്ട് തന്നെ കിട്ടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എല്ലാ വർക്കുകളും, അതായത് നമ്മൾ കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് ലീഫ് പാറ്റേൺ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.